വായിച്ച ഭാഷ്യഭാഗത്തിൽ തുടർന്ന് പറയുന്നു, സ്വാഭാവികേവ സ്വാത്മനി വർത്തമാനോപി. അതാണ് സുഷുപ്തി നമുക്ക് അംഗീകരിക്കുന്നതിന് വരുന്ന ഒരു ബുദ്ധിമുട്ടതാണ്. എത്രയായാലും ഉറക്കമല്ലേ എന്ന് ചോദിക്കും. അത് പരമമായ നിലയാണെന്ന് പറഞ്ഞാലും ശരി. സ്വാഭാവികേ ഏവ സ്വാത്മനി വർത്തമാനോപി. ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നു, സ്വപ്നത്തിൽ അവിടെ ഒരു ശരീരമുണ്ട്, അതിലിരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിലിരിക്കുന്നു, വിഷയങ്ങളിലിരിക്കുന്നു. പക്ഷെ ഇവിടെ മാത്രം എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് സ്വാഭാവികമായ സ്വാത്മനി സ്വസ്വരൂപത്തിൽ, സ്വാത്മം എന്ന് വെച്ചാൽ സ്വരൂപം, സ്വരൂപം എന്ന് വെച്ചാൽ ശ്രോതാവിന്റെ സ്വരൂപം, അവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പി പക്ഷെ വീണ്ടും ഒരു പക്ഷേ എങ്കിലും, അതാണ് അതിന് ചോദിക്കുന്നത്. എന്തിന് തിരിച്ചു വന്നു? ഇത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തെ പ്രാപിച്ചിട്ട് അവിടെ ഇരുന്നാൽ പോലെയിരുന്നു. അവിടെ വ്യതിരിക്തമാണ്, ശുദ്ധമാണ്, മുക്തമാണെന്നെല്ലാം പറയുന്നു. എന്താ തിരിച്ചു വരുന്നത്? ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങളിലേക്ക് കർമ്മ അനുഗത ബുദ്ധി അനുവർത്തിത്വ പുരീതതിശേതൈതിച്ചതേ. അങ്ങനെ സ്വസ്വരൂപസ്ഥിതനാണെങ്കിലും കർമ്മ അനുഗതമായ ബുദ്ധിയും മറ്റും ഇവിടെ ഉണ്ട്. അതെല്ലാം ഇവിടെ വച്ചിട്ടാ പോയത്, ചെരുപ്പ് പുറത്ത് വച്ചിട്ടാ പോയത്. അതുകൊണ്ട് തിരിച്ചു വന്ന് അതെടുക്കുന്നു, അത്രയേ ഉള്ളൂ. പുരീതതിശേതേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു, അവൻ ഉറങ്ങുന്നു, പരമാത്മാ സ്വരൂപസ്ഥിതിയിലാണ്. എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? അവൻ ഈ ശരീരത്തിൽ ഉറങ്ങുന്നു എന്നുവെച്ചാൽ ആ പരമമായ സ്ഥിതിയിലും നമ്മൾ അവിടെ ആ ജീവന്റെ ശരീരബന്ധത്തെ കാണും. ആ ശരീരബന്ധം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ കർമാനുഗത ബുദ്ധി, അത് നിലനിൽക്കുന്നതുകൊണ്ട് ആ ശരീരത്തിൽ കർമ്മബന്ധിയായ കർമ്മസംബന്ധിയായ ബുദ്ധി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ ബുദ്ധി വീണ്ടും കർമ്മസംസ്കാരത്തെ ഉണർത്തുന്നു. ഉണർന്നിട്ട് വീണ്ടും ബഹിർമുഖനാകുന്നു ആ ചൈതന്യം തന്നെ, അതിനുവേണ്ടി, കർമ്മത്തിനു വേണ്ടി. അപ്പോൾ അത് ആ കർമ്മ ഒടുങ്ങി എന്ന് പറയുന്ന ഒരു താത്കാലികം മാത്രം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ജീവന്റെ പോക്ക് വരവ്? നിത്യമുക്തനായി ഇരുന്നിട്ടും അവനൊരു പോക്ക് വരവ്. സുഷുപ്തി, ജാഗ്രത, സ്വപ്നം, ഇങ്ങനെയുള്ള ഈ യാത്ര, അതിന് കാരണം കർമ്മം എന്നാണ്. കർമ്മബന്ധം ആ ബുദ്ധിക്കുള്ളതുകൊണ്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ തുടരത്തല്ലേ ഉള്ളൂ. നമ്മളിത് പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ജാഗ്രത സ്വപ്നങ്ങളിൽ വരുന്നു, സുഷുപ്തി പോകുന്നു, അവിടെ നിത്യമുക്തനായിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു, പറയുന്നു. ഈ പ്രക്രിയക്ക് മാറ്റമൊന്നും സംഭവിക്കത്തില്ലല്ലോ. അങ്ങനെ ധരിക്കുന്ന എന്തുകൊണ്ട്? നഹി സുഷുപ്തികാലേ ശരീരസംബന്ധോ അസ്ഥി. അങ്ങനെ ധരിക്കില്ല. ഇത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് ജീവന് ഇതിനെ വിച്ഛേദിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ജാഗ്രതത്തിൽ എന്ത് സംഭവിക്കുന്നു, സുഷുപ്തിയിൽ എന്ത് സംഭവിക്കുന്നു, സ്വപ്നത്തിൽ എന്ത് സംഭവിക്കുന്നു. അത് ആത്മതത്വത്തെയും ശരീരദൃഷ്ടിയെയും ആശ്രയിച്ചിട്ട്, രണ്ടിനെ ആശ്രയിച്ചിട്ട് പറയുകയാണ്. കാരണം എന്റെ ഉറക്കത്തെ ഞാൻ കാണുന്നില്ലെങ്കിലും അന്യന്റെ ഉറക്കത്തെ കാണുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളും വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
അന്യന്റെ ഉറക്കത്തെ കാണുന്നിടത്തോളം കാലം. അതിന് സമാധാനം പറയുകയാണ്. പരമാർത്ഥത്തിൽ സ്വപ്നദൃഷ്ടിയിൽ എന്താണ്? ഈ സുഷുപ്തികാലേ ശരീര സംബന്ധവസ്തു. എനിക്ക് ആ സുഷുപ്തികാലത്ത് ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായതായി ഞാൻ അറിഞ്ഞില്ല. അവിടെ എൻ്റെ ആ സ്വരൂപ ചൈതന്യം കുറച്ച് ഈ ശരീരത്തിലേക്ക് കയറിയിരുന്നു. ഇത്തരം ഒന്നുമില്ല. പിന്നെന്താ അവിടുത്തെ സ്ഥിതി? തീർന്നു ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ. ഇത് ഈ അക്ഷരീനിയും പറയുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ എന്നൊക്കെ പറയുന്നു. ജ്ഞാനഫലം അതുപോലെ തന്നെ അവിടെ എന്താണ്? സർവാൻ ശോകാൻ ഹൃദയസ്യ. സർവശോകങ്ങളും തീർണ അവൻ അതിക്രമിച്ചിരിക്കുന്നു, അവൻ മുക്തനായിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. ഇതാണിവിടെ ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതെന്നാണ്. അല്ലാതെ സുഷുപ്തിയിൽ ഒരു ശരീരമുണ്ടെന്നോ ആ ശരീരത്തിൽ പ്രാണനും മനസ്സും ഇരിക്കുന്നുവെന്നോ അവിടെ എന്തെങ്കിലും ക്രിയകൾ നടക്കുന്നുവെന്നോ ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപനിഷത്ത് പഠിക്കേണ്ട കാര്യമില്ല. ശരീരശാസ്ത്രം പഠിച്ചാൽ ഇതൊക്കെ ശരീരശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ശ്രുതി അവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ശ്രോതാവിന് അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. എന്താണോ? ഹൃദയസ്യ സർവാൻ ശോകാൻ തീർണ. ഈ ഉള്ളിലെ സർവശോകങ്ങളും നിന്നും മുക്തനായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയാണ് സുഷുപ്തി. അതാണ് തന്റെ വാസ്തവ സ്വരൂപം എന്ന് ജാഗ്രതയിൽ അറിയുന്ന ഒരാൾക്ക് താൻ സർവശോകങ്ങളിൽ നിന്നും മുക്തനാണെന്നുള്ള ബോധമുണ്ടാകും. താൻ അസംസാരിയാണെന്നുള്ള ബോധമുണ്ടാകും. ആ ബോധം താൻ സംസാരിയാണ്, സുഖിയും ദുഃഖിയുമാണ് എന്നുള്ള ബോധത്തെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ല എന്നും അർത്ഥം കൊടുക്കാം, ഈ വിപരീതമായ ജ്ഞാനങ്ങളെന്നും അർത്ഥം കൊടുക്കാം, രണ്ടിനും പറയാം. അപ്പൊ തന്നെ സംബന്ധിച്ചുള്ള ഈ വിപരീത ജ്ഞാനങ്ങൾ ഇല്ലാതാകുന്നു. അതിനുവേണ്ടി ഇങ്ങനെ വർണ്ണിക്കുന്നു, സുഷുപ്തിയെ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നു അവിടെ. അല്ലാതെ ഇത് എന്തിനെ ആശ്രയിച്ചത് മനസ്സിലാക്കും അല്ലേ? പൊട്ടക്കുളത്തിൽ പെട്ടുപോയവൻ അവിടെ നിന്ന് കരയിലേക്ക് കയറി വരണമെങ്കിൽ ഒരു പിടിവള്ളി എന്തെങ്കിലും വേണ്ടേ? ആ പിടിവള്ളിയാണ് ഇവിടുത്തെ സുഷുപ്തി എന്ന് പറയുന്നത്. അത് സ്വാനുഭവമാണ്. വേറെ ആരുടെടുത്തും ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട എന്താണ് ഈ സമാധി, എങ്ങനെ ഇരിക്കും, അവിടെ മനസ്സെങ്ങനെ ഇരിക്കും, അതാവശ്യമായിട്ട് വരും. എന്താണ് അതിൻ്റെ ഉപായം? സുഷുപ്തിയെ സംബന്ധിച്ച് ആരുടെടുത്തും ചോദിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടത് സഹജമാണ്. അപ്പം ആ സഹജമായ ആ സ്ഥിതി ഗ്രഹിക്കുന്നതിന് ഇതല്ലാതെ വേറെ ഉപായമില്ല. പക്ഷെ അത് ഗ്രഹിക്കേണ്ടത് ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിൽ അവൻ സംസാരിയായിപ്പോയി. അതുകൊണ്ട് സുഷുപ്തിയെ അവൻ ഗ്രഹിക്കുന്നത് പോലെ സ്വയം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഗുരുവിൻ്റെ ആവശ്യം വരുന്നു, ശാസ്ത്രത്തിൻ്റെ ആവശ്യം വരുന്നു, ഉപായങ്ങളുടെ ആവശ്യം വരുന്നു. അതിന് വീണ്ടും സുഷുപ്തിയെ തന്നെ ആശ്രയിക്കും. ആരുടെയും സഹായമില്ലാതെ സ്വയം എത്തിച്ചേർന്ന ആ സ്ഥാനത്തെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ ആവശ്യം വരും. ആ അറിവ്
തന്നെ സംബന്ധിച്ചുള്ള, കാരണം സുഷുപ്തൻ അത് താനാണല്ലോ. അറിവില്ലായ്മ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിവ് അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ആശങ്കകൾ, ഇതിനെല്ലാം ദൂരീകരിക്കുന്നു. അങ്ങനെ ദൂരീകരിക്കത്തക്ക രീതിയിൽ ഈ അറിവ് തന്നെ ദൃഢമായാൽ, ദൃഢബോധമായാൽ, അവൻ സ്വയം ദൃഢബോധനായാൽ അവൻ സുഷുപ്തിയിൽ മാത്രമല്ല മുക്തനായിരിക്കുന്നത്, ജാഗ്രതയിലും മുക്തനായിരിക്കുന്നു. സുഷുപ്തിയിൽ ജ്ഞാനമായിരിക്കുന്നു, ജാഗ്രതയിൽ ജ്ഞാനിയായിരിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തിയിൽ ജ്ഞാനിയായിരിക്കാൻ പറ്റത്തില്ല, അവിടെ ജ്ഞാനമായിരിക്കും. ആയിരിക്കേണ്ട കാര്യം അതാണ്. പക്ഷെ അതിന്റെ സഹായത്തോടുകൂടി ജാഗ്രതയിൽ ജ്ഞാനിയായിരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അതിനെ ഇങ്ങനെ പറയുന്നത്, തീർണോ ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ ഇതി വക്ഷ്യതി. സർവ സംസാര ദുഃഖവിയുക്ത ഇയം അവസ്ഥ ഇത്യത്ര ദൃഷ്ടാന്തഃ.